മാർച്ച് 3 ഞായറാഴ്ച. ലൂക്ക 6:39 മുതൽ 45 വരെ വാക്യങ്ങൾ. എൻ്റെ സന്യാസ സമൂഹത്തിലെ ഒരംഗമാണ് ഫാദർ എം.എ. ജോസഫ്. കഴിഞ്ഞ 14 വർഷങ്ങളായി അദ്ദേഹം കാഴ്ചയില്ലാതായിട്ട് അന്ധനാണ്. ഞരമ്പിലെ ചില വൈകല്യം മൂലം അദ്ദേഹത്തിന് ക്രമേണ കാഴ്ച നഷ്ടപ്പെട്ടു. തുടക്കത്തിൽ ഇത് അദ്ദേഹത്തിന് വളരെ നിരാശാജനകമായിരുന്നു. പക്ഷേ ക്രമേണ അദ്ദേഹം യാഥാർത്ഥ്യം അംഗീകരിക്കുകയും അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഫാദർ ജോസഫ് ഞങ്ങളുടെ പൊതു പ്രാർത്ഥനയിലും ഭക്ഷണത്തിലുമെല്ലാം മുടക്കം കൂടാതെ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം വളരെ സിമ്പിളാണ്. കഞ്ഞി അല്ലെങ്കിൽ റൊട്ടി, പിന്നെ വേവിച്ച പച്ചക്കറികൾ, ഇവ മാത്രമേ കഴിക്കുകയുള്ളൂ. മറ്റുള്ളവ ഭക്ഷണം കഴിക്കുമ്പോൾ ജോസഫ് അച്ഛന് മസാലയുടെ മണം ലഭിക്കും. ചില ദിവസങ്ങളിൽ അത് മത്സ്യമാണോ മാംസമാണോ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ അദ്ദേഹം അതൊന്നും തൊടില്ല. പഴങ്ങളും മധുരപലഹാരങ്ങളും ഒന്നും കഴിക്കില്ല. അന്ധനായിരുന്നിട്ടും കുമ്പസാരത്തിനും കൗൺസിലിങ്ങിനുമായി ഞങ്ങളുടെ ഭവനത്തിൽ ധാരാളം പുരോഹിതന്മാരും സിസ്റ്റേഴ്സും സാധാരണക്കാരും ജോസഫ് അച്ഛനെ അന്വേഷിച്ചു വരുന്നു. എല്ലാ വർഷവും അദ്ദേഹം നോമ്പുകാലത്ത് മാതാ TV-യിൽ ഏകദേശം 40ഓളം പ്രസംഗങ്ങൾ നടത്തുന്നു. തമിഴിലും മലയാളത്തിലും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ട്. മുട്ടടയിലെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലും അദ്ദേഹം ആഴ്ചയിലൊരിക്കൽ ഒരു പ്രസംഗം നടത്താറുണ്ട്. ദിവസത്തിൽ ഭൂരിഭാഗവും സ്വന്തം മുറിയിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരാൾക്ക് എങ്ങനെ ഈ വേവിച്ച പച്ചക്കറികളും കഞ്ഞിയും മാത്രം കഴിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. എന്നാൽ ദൈവം തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ജോസഫ് സംതൃപ്തനാണ്. തന്നെ നന്നായി പരിപാലിക്കുന്ന സഹോദരന്മാരുടെ ഇടയിൽ അദ്ദേഹം സംതൃപ്തിയോടെ ജീവിക്കുന്നു. കൂടാതെ തന്നെ സന്ദർശിക്കാൻ വരുന്ന സുഹൃത്തുക്കളെ അദ്ദേഹം സുഹൃത്തുക്കളെ കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ നന്ദിയുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വളരെ ലളിതവും എന്നാൽ ആഴമേറിയതുമായൊരു ചോദ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. ഒരു അന്ധന് മറ്റൊരു അന്ധനെ നയിക്കാൻ കഴിയുമോ? രണ്ടുപേരും ഒരു കുഴിയിൽ വീഴില്ലേ? മറ്റുള്ളവരെ നയിക്കുന്നതിന് മുമ്പ് നാം ആദ്യം ആത്മീയ വ്യക്തത നേടണമെന്ന് ഈ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ സ്വന്തം തെറ്റുകൾ അവഗണിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കാനോ തിരുത്താനോ ആണ് നാം തിരക്ക് കൂട്ടുന്നത്. യഥാർത്ഥ നേതൃത്വത്തിനും ശിഷ്യത്വത്തിനും എളിമയും ആത്മപരിശോധനയും ആവശ്യമാണ്. ലോകത്തിൽ വെളിച്ചമാകാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മിൽ പ്രകാശിക്കാൻ അനുവദിക്കണം. ആത്മീയ അന്ധത, വ്യക്തിപരമായ ഉത്തരവാദിത്വം, ഹൃദയത്തിൻ്റെ കവിഞ്ഞൊഴുകലിൻ്റെ ശക്തി എന്നിവയെക്കുറിച്ച് യേശു ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നാം സ്വയം വഴിതെറ്റിപ്പോയാൽ മറ്റുള്ളവരെ നയിക്കാൻ കഴിയില്ലെന്നും നമ്മുടെ സ്വന്തം ഹൃദയത്തെ ആദ്യം പരിശോധിക്കാതെ മറ്റുള്ളവരെ തിരുത്താൻ കഴിയില്ലെന്നും അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ആന്തരിക ജീവിതത്തെയും നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും നാം പുറപ്പെടുവിക്കുന്ന ഫലത്തെയും കുറിച്ച് ചിന്തിക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ വെല്ലുവിളിക്കുന്നു. ഈ സുവിശേഷ ഭാഗം നമ്മെ ആഴത്തിലുള്ള ഒരു ആത്മപരിശോധനയിലേക്കാണ് വിളിക്കുന്നത്. മറ്റുള്ളവരെ വിധിക്കാൻ തിടുക്കം കാണിക്കുന്നതിന് പകരം നാം സ്വയം ചോദിക്കണം,
എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലയിൽ ഞാൻ ആത്മീയമായി അന്ധനാണോ? ഞാൻ നല്ല ഫലം കായ്ക്കുന്നുണ്ടോ? എൻ്റെ വാക്കുകൾ ദൈവസ്നേഹം നിറഞ്ഞ ഒരു ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? ക്രിസ്തുവിന് നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും എന്നതാണ് സന്തോഷ വാർത്ത. നാം അവനിലേക്ക് അടുക്കുമ്പോൾ അവൻ നമ്മുടെ മനസ്സുകളെ പുതുക്കുന്നു, നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുന്നു, അവൻ്റെ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുന്നു. ഉള്ളിൽ നിന്ന് നമ്മെ മാറ്റാൻ നാം അവനെ അനുവദിക്കുമ്പോൾ നമ്മുടെ ജീവിതം സ്വാഭാവികമായും നല്ല ഫലം പുറപ്പെടുവിക്കും. നമ്മുടെ വാക്കുകൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ജീവൻ നൽകും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.